ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ ഗസ്റ്റിനെ ഞാൻ കാണിച്ചു തരാം. മതി. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. എന്റെ സിസ്റ്റർ ആണ്. ഇവള് ഡബ്ലിനിൽ നിന്ന് ഗോൾവേ കാണാൻ വേണ്ടി വന്നാ. നീതു ഇന്നലെ വന്നല്ലേ? എങ്ങനെയുണ്ട് ഗോൾവേ? അതെ, ഞാൻ ഇന്നലെ വന്നപ്പോ തന്നെ ഫുൾ റെയിനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ്. എനിക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ക്ലൈമറ്റ് ഒക്കെ തോന്നി. പിന്നെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് മൊത്തം ഗോൾവേക്ക് ഒന്ന് കണ്ടത്. അപ്പൊ നല്ല രസമുണ്ട്. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകൾ ഞങ്ങൾ കുറെ കണ്ടു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. ഒക്കെ വലിയ വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഡബ്ലിനേക്കാളും നല്ലതാണ് ഞങ്ങളുടെ ഗോൾവേ. കുറച്ചും കൂടെ കാണട്ടെ, അപ്പൊ ഞാൻ പറയാം. ചേട്ടാ, ഇപ്പൊ നമ്മള് ഇന്നെവിടെ പോണേ ഇവളെ കൊണ്ട്? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മെർലിൻ വുഡ്സിൽ പോവാം. ഞാനുണ്ട്, കണ്ണപ്പനുണ്ട്, നീതു ചേച്ചി, ചേട്ടായും കൂടെയാണ് മെർലിൻ വുഡ്സിൽ പോണേ. കണ്ണപ്പ, നമുക്ക് പാർക്കിൽ പോവാം. പാർക്കിൽ പോവാം. വലിയ പാർക്കിൽ ഫുൾ അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ? ഇത് കുറച്ച് എല്ലാത്തിനും നല്ല സ്പേസ് അവർ ഇട്ടിട്ടുണ്ട്. ആ കാണുന്നതാണ് കണ്ണപ്പന്റെ സ്കൂള്. അതാണല്ലേ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ മെർലിൻ വുഡ്സ് പാർക്ക്. ദോഹിഷ്കയിലെ വുഡ്സ് പാർക്ക് അല്ല, പാർക്ക് അപ്പുറത്ത്. ഇത് മെർലിൻ വുഡ്സ്. ഇത് ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഫുൾ ഗ്രീന്, അടിപൊളി. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലം കാണാൻ കിട്ടുമോ? ഇത് അയ്യോ കണ്ണപ്പാ, സ്കൂൾ വിട്ടിട്ട് ജോലി വരുമോ? കണ്ണപ്പ ഫുൾ എനർജിയിലാണ്. കണ്ണപ്പ, നമ്മള് അയർലൻഡിൽ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ എന്നാ പറ്റും? ആരാ വന്ന് പിടിച്ചോണ്ട് പോണേ? ഗാഡ വന്ന് പിടിച്ചോണ്ട് പോകും. കണ്ണപ്പന് നന്നായിട്ട് അറിയാം ഗാഡ വന്ന് പിടിച്ചോണ്ട് പോകുന്നു. ഇതൊരു വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാർ നടക്കാൻ വേണ്ടി വരും, ജോഗിങ്ങിനൊക്കെ ആയിട്ട്. നടക്കണ്ടേ എവിടെയോ? ഇത് ശരിക്കും പൈൻ ഫോറസ്റ്റ് പോലെ ഉണ്ടല്ലേ? അല്ല, ഇത് പൈൻ ഫോറസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ടോ? അടിപൊളി. കണ്ണപ്പ ഒന്ന് നോക്കിക്കേ. കണ്ണപ്പ ഇഷ്ടപ്പെട്ടോ? ആന വരുമോ? നീതു ആനയാണോ കരയുന്നേ? ആന കരയും. ആനയില്ല. ഓ, അത് ശരി. അതുകൊണ്ട് നമുക്ക് കണ്ണപ്പ പേടിക്കണ്ട. കണ്ണപ്പൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. കണ്ണപ്പൊരു പാർക്കാണ്. പൊളിയല്ലേ ഇത്? കൊള്ളാം കൊള്ളാം. ഇതുപോലത്തെ സ്ഥലത്ത് ഡബ്ലിനിലുണ്ടോ? ഡബ്ലിനിലില്ല. ഞങ്ങളുടെ ഇനിസ്കരി ഭാഗത്തൊക്കെ ഇത് പോണൊക്കെ. പക്ഷെ ഇതിലും കുറച്ചുകൂടെ വണ്ണമുള്ള കുറെ ട്രീസ് ഉണ്ട്. അവിടെ എത്തുമ്പോഴും എനിക്ക് കണ്ണപ്പ ബാക്ക് വ്യൂ ആണോ? ഇതുണ്ടോ നീതു? നമ്മുടെ നാട്ടില് ഈ ചെടിയുണ്ടോ ഏട്ടായി? നമ്മുടെ നാട്ടില് നമ്മള് മറ്റേ പണ്ട് കയ്യിൽ സെയിം തന്നെയാ തോന്നുന്നത്. പക്ഷെ ഇതിൽ പൊടിയില്ല. പക്ഷെ ആ സെയിം ചെടിയാണ്. അതിന്റെ അതേ സ്ട്രക്ചർ. ഇവിടെ ഈ നമ്മുടെ നാട്ടില് ഈ ചെടി നമ്മുടെ നാട്ടിലില്ല. ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കാലുകളൊക്കെ ഉള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും നമ്മുടെ നാട്, അതിന്റെ ഒരു വേരിയന്റ് പോലെയാണ് ഇവിടെ ഉള്ളത്. കൊറേ സിമിലാരിറ്റീസ് ഉള്ള ചെടികൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. കൊറേ ഫുട്പാത്ത് പോലെ കാണുന്നുണ്ട്. അയ്യോ, അയർലൻഡിൽ മനുഷ്യരെ പിടിക്കുന്ന ഒരു സാധനമില്ല. മനുഷ്യനല്ലാണ്ട് മനുഷ്യരെ പിടിക്കാത്ത കരടിയായിരുന്നു. മനുഷ്യരെ പിടിക്കാത്ത വെജ് കരടിയാണ്. പക്ഷെ എന്തായാലും ഒരു ഫ്രഷ്നെസ് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു
മെയിൻ സംഭവമാണ്. കണ്ണപ്പന് ഭയങ്കര പേടിയാണ് ഗൈസ്. എന്താന്നറിയില്ല, കണ്ണപ്പന് പേടിയാണ്. എന്താ പേടിക്കുന്നേ? പോകാനാണ് കൊച്ചിനെ പേടിയാവുന്നത്. ഇതൊക്കെ ഫോറസ്റ്റുകാർ വന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ടാവോ ഇതൊക്കെ? ഇത് കണ്ട കണ്ണപ്പ? ആ ദേ കണ്ടപ്പോ അനക്കൊണ്ട കിടക്കുന്ന നോക്കിയേ. ഇനി ഒന്ന് അമ്മ കാണിച്ചൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. ആ നമ്മുടെ അവിടെയാണ് വനം കൊള്ളക്കാര്, തടി വെട്ടുന്നവര്. അല്ല പൊന്നെ, ഫ്രഷ് എയർ എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് പറയാതിരിക്കും. അല്ലേ, നമ്മള് ബ്രീത്ത് ചെയ്യുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ ആൾക്കാർ കൂടിയിട്ട് ഫയർ ഒക്കെ ചെയ്യുന്ന ക്യാമ്പ് ഫയർ. ചിലപ്പോ ടെന്റ് അടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇവിടെ സാധാരണ അങ്ങനെ അയർലൻഡില് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ടെന്റ് ഒക്കെ വാങ്ങി ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും വന്ന് രാത്രി വീട്ടിലൊക്കെ ചെയ്ത് നമുക്ക് ഒരെണ്ണം പ്ലാൻ ചെയ്യാം അല്ലേ കണ്ണപ്പ? കണ്ണപ്പന് ഇഷ്ടമാണോ? കണ്ണപ്പന് പാർക്കില് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇഷ്ടമാണ് അല്ലെ കണ്ണപ്പ? നീതു ആന്റിയുടെ ദുദു സുധേട്ടനും കല്ലും കുട്ടും വരുമ്പോ നമ്മള് ടെന്റ് അടിക്കാൻ പോകും അല്ലേ? കുട്ടികളെ കൊണ്ട് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നവര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എനിക്ക് സെയിം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നീ ഇതിവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് നടന്നുകൊണ്ട് അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാടിനകത്തുകൂടെ വന്ന് വഴി തെറ്റി, എങ്ങോട്ട് തിരിഞ്ഞാലും വഴിയാ. വഴി തെറ്റി മെയിൻ റോഡ് തെറ്റി. പക്ഷെ നമ്മുടെ വീട് എവിടെയാണ്? റോഡല്ല അല്ല. ഇനിയിപ്പോ നമ്മള് പണിവാളി ഗൈസ്. തിരിച്ചെങ്ങനെ വീട്ടിൽ പോകാം എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നമ്മുടെ നാട്ടിലെ വാടാമല്ലി പോലെ, പക്ഷെ ഇന്ന് കളർ കുറവാ അല്ലേ? നമ്മുടെ നല്ല തിക്ക് മജന്ത കളർ നമ്മുടെ നാട്ടിലെ, പക്ഷെ ഇതൊരു ലൈറ്റ് കളറാ. പക്ഷെ ഇത് കറക്റ്റ് നമ്മുടെ വാടാമല്ലിയാ. വാടാമുല്ല എങ്ങനെ പറയും? വാടാമുല്ല, വാടാമല്ലി എന്നൊക്കെ പറയും. വാടാമല്ലി. അടിപൊളി വഴി. ഇതോ നീതു, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെർലിൻ വുഡ്സ് യാത്ര. കുറച്ച് വഴിതെറ്റിപ്പോയി. തെറ്റി എനിക്കൊന്നും മാറ്റം വന്നില്ല. നല്ലൊരു ഫോറസ്റ്റ് ആയിരുന്നു, നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉള്ളപ്പോ നമ്മള് വണ്ടി പിടിച്ച് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മള് വേറെ സ്ഥലമൊന്നും പോയി കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് കൊച്ചുങ്ങൾ നിന്ന് പാവങ്ങള്. ഇവിടെ പിള്ളേര് വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ഒരു അവസ്ഥ ഇതാ കേട്ടോ. നമ്മള് ഫാമിലി ഒറ്റക്കുട്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് കൊച്ചുങ്ങൾ ഇങ്ങനെ വീടിന്റെ അകത്ത് ഇരുന്ന് വഴിയിലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങള് വഴി തെറ്റി ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ നടന്ന് അപ്പർ സൈഡിൽ നിന്ന് നടന്ന് നീതു നമ്മൾ ഇപ്പർ സൈഡിൽ വന്നേ കാണിച്ചു തന്നാൽ ഇടില് കണ്ടോ? നമ്മൾ അവിടെ നിന്നാ നടന്നു തുടങ്ങിയേ. പക്ഷെ നമ്മള് വഴിയിൽ നമ്മള് നടുക്ക് കട്ട് ചെയ്ത് കയറിയത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോണെന്ന് ഞങ്ങൾക്ക് വഴി അറിയാതായി പോയി. പക്ഷെ ഞങ്ങള് ഒരു വിധത്തിൽ നടന്ന് കുറച്ച് താമസിച്ചാലും ഞങ്ങള് മെയിൻ റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഇനി ഇതിന്റെ ബാക്കി എടുക്കാനുള്ള ആരോഗ്യമില്ല ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.